CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾക്ക് ED സമൻസ്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും ഇപ്പോൾ കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾക്ക് EDയുടെ സമൻസ് ലഭിച്ചിരിക്കുന്നു. ഇന്നലെയൊക്കെ ഈ ഒരു തെളിവുകളൊക്കെ ഹാജരാക്കാനൊക്കെ ഒരു നിർദ്ദേശമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. CMRLന് വലിയൊരു തിരിച്ചടിയൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? SFIയിൽ നിന്നുള്ള രേഖകൾ ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ ടിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ED തീരുമാനിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ഹാജരാകണം. വീണ ടി കൂടാതെ CMRL കേസുമായി ബന്ധപ്പെട്ട 9 പേര് കൂടി ഹാജരാകാനാണ് EDയുടെ നോട്ടീസിൽ നിർദ്ദേശം ഉള്ളത്. 2 ആഴ്ച മുമ്പാണ് വീണ ടിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ വീണ ടിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളെക്കുറിച്ചുള്ള പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ കിട്ടിയ രേഖകളും ഒപ്പം തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ അതല്ലെങ്കിൽ SFIO വീണ ടിയെ നേരത്തെ തന്നെ ചെന്നൈയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ ലഭിച്ച രേഖകളും ഈ രണ്ട് സ്ഥലത്ത് നിന്നിട്ട് രേഖകളുടെ ആധാരമാക്കിയായിരിക്കും ചോദ്യം ചെയ്യൽ. കാരണം SFIOയുടെ രേഖകളിൽ വ്യക്തമായും എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അതുപോലെ തന്നെ CMRL നിന്ന് പണം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട രേഖകൾ, അതിനെല്ലാം ഉപരിയായി ഇവർ തങ്ങളിലുള്ള ഡീഡ് അല്ലെങ്കിൽ ഇടപാടുകൾ, ഇങ്ങനെ തുടങ്ങി 132ലധികം രേഖകൾ ഉണ്ടെന്ന് തന്നെ നേരത്തെ SFIO വെളിപ്പെടുത്തിയിരുന്നു. ആ രേഖകളിലെല്ലാം തന്നെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാം എന്ന് നേരത്തെ ഹൈക്കോടതിയെ ED അറിയിച്ചിരുന്നു. അത്തരത്തിലൊരു ചോദ്യം ചെയ്യലിന് ഹൈക്കോടതി അനുമതി കൂടി നൽകിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ED സമൻസ് അയച്ചിരിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് ED ചോദ്യം ചെയ്യുന്ന കാര്യം എത്തിയപ്പോഴേക്കും ചില തടസ്സവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ നീണ്ടുപോയിരുന്നു. തൊട്ട് പിന്നാലെ സിംഗിൾ ബെഞ്ച് തന്നെ EDക്ക് ചോദ്യം ചെയ്യാനുള്ള അനുമതി വീണ ടിയെ ചോദ്യം ചെയ്യാനുള്ള അനുമതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ കണ്ണൂരിലെയും ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ വീടുകളിലും അതുപോലെ CMRLുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അതുപോലെ MDയുടെ വീടുകളിലുമൊക്കെ തന്നെ പരിശോധന നടത്തി. അത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും അക്രമങ്ങൾക്കുമൊക്കെ വഴിവെച്ചിരുന്നു. തൊട്ടു പിന്നാലെ തൽക്കാലം ED ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ അന്വേഷണവും ഒന്ന് മരവിപ്പിച്ച മട്ടിലായിരുന്നു. തുടർന്ന് CMRL അന്വേഷണം നിർത്തിവെക്കണം എന്ന് കാണിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നെങ്കിൽ തന്നെയും ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച ആ അനുമതി നൽകിയിരിക്കുന്നു EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ. കാരണം SFIOയുടെ രേഖകളെ ആധാരമാക്കി അന്വേഷണം നടത്താൻ കഴിയില്ല എന്നൊരു അവകാശവാദമാണ് CMRL മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ EDയുടെ മാനുവൽ അനുസരിച്ച് കൃത്യമായും അങ്ങനെ ഒരു രേഖകളില്ലെങ്കിൽ തന്നെയും സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകളോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ചോദ്യം ചെയ്യാൻ കഴിയും എന്ന് ED കോടതിയെ ധരിപ്പിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. അതായത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ അനുമതി കൂടി കിട്ടിയതോടെ വീണയെ ചോദ്യം ചെയ്യാനുള്ള നീക്കം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. EDയുടെ മുഖ്യ അല്ലെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ചുമതലക്കാരനായ രാഹുൽ നവീൻ കേരളത്തിൽ എത്തി കൊച്ചി ഓഫീസിലെത്തി വിവരങ്ങൾ ഉദ്യോഗസ്ഥരുമായി ആരാഞ്ഞിരുന്നു. അതിനുശേഷം അവർ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ചർച്ചകൾക്കും അതുപോലെ തന്നെ രേഖകൾ സമാഹരിക്കലിനും ഒടുവിലാണ് ഇപ്പോൾ ED വീണയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിലെത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വീണ മാത്രമല്ല, CMRLുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 9 പേരെയാണ് ഈ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യുക. എന്തായാലും നേരത്തെ പ്രതീക്ഷിച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ വേഗത്തിൽ ED അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോടതി ഈ SFIOയുടെ കൈവശമുള്ള രേഖകൾ EDക്ക് കൈമാറാനായി നിർദ്ദേശം നൽകിയത്. കാരണം നേരത്തെ തന്നെ ഈ ആദായ നികുതി സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട് വീണയും CMRLും ഒക്കെ തന്നെ ആദായ നികുതി വിഭാഗത്തെ സമീപിച്ചിരുന്നു. ആ സമയത്ത് നടത്തിയ സെറ്റിൽമെൻറ്റിൻ്റെ ഉൾപ്പെടെയുള്ള രേഖകൾ SFIOയുടെ കൈവശം കിട്ടിയിരുന്നു. തുടർന്നാണ് SFIO വീണയെ ചോദ്യം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട രേഖകൾ വിവിധ സ്ഥലങ്ങളിലായി SFIOയെ പിടിച്ചെടുക്കുകയും ചെയ്തത്. ഈ രേഖകൾ കൂടി കൈവശം വെച്ചുകൊണ്ടാണ് ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. ഒപ്പം വീണ ടിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ
ചില അക്കൗണ്ടുകളും ചില അക്കൗണ്ട് നമ്പറുകൾ കിട്ടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടിയിരുന്നു. ഒപ്പം വീണ ടിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ SFIO കൈവശത്ത് നിന്ന് കിട്ടുന്ന 132ലധികം രേഖകൾ കൂടി കേന്ദ്രീകരിച്ചുമായിരിക്കും ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. SFIOയുടെ ആ റിപ്പോർട്ട് അനുസരിച്ച് വീണ ടിയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലം കൈപ്പറ്റി എന്ന SFIO നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. 2,72,00,000 രൂപയാണ് എക്സാലോജിക്കിൻ്റെ ഭാഗത്തു നിന്നും കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ വീണ ടി കൈപ്പറ്റിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഇപ്പോൾ ED കണ്ടെത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ SFIOയും കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഇക്കാര്യങ്ങളൊക്കെ തന്നെ മുന്നിൽ നിർത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കായിരിക്കും ED കടക്കുക. നേരത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ED എത്തിയത് വലിയ തരത്തിലെ സംഘർഷത്തിനും സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധത്തിനുമൊക്കെ വഴിവെച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ കേസ് എത്തിയപ്പോൾ തന്നെയും കൃത്യമായി വിചാരണ കേൾക്കുകയും നടപടിക്രമങ്ങളുമായി EDക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള അനുമതി ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു ധൃതി പിടിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കോ ചോദ്യം ചെയ്യലിലേക്കോ ED കടന്നില്ല. കാരണം അവരുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ കൊച്ചിയിലെത്തി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക യോഗങ്ങൾ ചേർന്നതിന് ശേഷമാണ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച വീണ ഉൾപ്പെടെ 9 പേർ കൊച്ചിയിലെ EDയുടെ ഓഫീസിന് മുന്നിൽ, അല്ലെങ്കിൽ EDക്ക് മുന്നിൽ എത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ED നൽകിയിരിക്കുന്ന സമൻസ്. എന്തായാലും ചോദ്യം ചെയ്യൽ വെള്ളിയാഴ്ച തുടങ്ങുന്നു എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീണയെ എവിടെയായിരിക്കും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്ന കാര്യത്തിലൊക്കെ ചില സംശയങ്ങളുണ്ടായിരുന്നു. കേരളത്തിന് പുറത്തേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ, അതല്ല കേരളത്തിൽ അവരുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായ പിണറായി വിജയൻ്റെ വീട്ടിലെത്തിയായിരിക്കുമോ വീണയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉയർന്നതെങ്കിൽ തന്നെയും അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് വെള്ളിയാഴ്ച EDയുടെ കൊച്ചിയിലുള്ള ഓഫീസിലേക്ക് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാനും ED തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ED അവരുടെ നീക്കങ്ങൾ വളരെ വേഗത്തിലാക്കുന്നു. ഒപ്പം തെളിവുകൾ പരമാവധി ശേഖരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് ED കടക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. കാരണം EDയുടെ ആദ്യഘട്ട അന്വേഷണത്തിൽ SFIO രേഖകളെ ആധാരമാക്കി തന്നെ നീങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു EDയുടെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നത്. പ്രത്യേകിച്ചും SFIOയുടെ കൈവശമുള്ള രേഖകളിൽ CMRL കമ്പനിയുമായി നടത്തിയ ഇമെയിൽ ഇടപാടുകൾ, അതായത് 70ലധികം ഇമെയിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. അത് കൃത്യമായും എക്സാലോജിക്കിൽ നിന്നും പ്രതിഫലം ഇല്ലാതെ പൈസ കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഇമെയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച SFIOയുടെ ആ റിപ്പോർട്ട് കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും EDയുടെ ചോദ്യം ചെയ്യൽ. ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ തരത്തിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചർച്ചയായി മാറിയ ഒരു സംഭവമായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് ED എത്തിയതും പ്രതിപക്ഷ നേതാവിൻ്റെ മകളെ ചോദ്യം ചെയ്തതുമൊക്കെയും അതിന് തൊട്ടു പിന്നാലെ നടന്ന പ്രതിഷേധവുമൊക്കെ കേരളത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചയായി മാറി, വലിയ തരത്തിലുള്ള പ്രതിഷേധമായി മാറി. പക്ഷേ EDയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ തരത്തിലുള്ള കുറ്റം കണ്ടെത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതാണ് EDയുടെ ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം 2,72,00,000 രൂപ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖകളോ അല്ലെങ്കിൽ ഏത് തരത്തിലെ സേവനമാണ് നൽകിയെന്നുള്ള കുറിച്ചുള്ള വിവരങ്ങളോ നൽകുവാൻ ഇതുവരെയായും എക്സാലോജിക് എന്ന് പറയുന്ന വീണ ടിയുടെ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം വീണ ടിയിലേക്കും ഒപ്പം തന്നെ കമ്പനിയിലേക്കും അതിനെല്ലാം ഉപരിയായി ഈ സേവനമില്ലാത്ത പ്രതിഫലം നൽകിയ CMRLനുമൊക്കെ വിനയായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെയും ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വെള്ളിയാഴ്ച ഒരു പക്ഷേ പ്രാഥമിക ഘട്ട ചോദ്യം ചെയ്യലായിരിക്കാം, അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും പൂർണ്ണ തോതിലുള്ള ചോദ്യം ചെയ്യലിന് ഹൈക്കോടതിയുടെ എല്ലാ തരത്തിലുള്ള പിൻബലവുമുണ്ട്. ഒപ്പം തന്നെ ഹൈക്കോടതി അതിനാവശ്യമായ നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ കൂടി അനുമതിയിൽ നടത്തുന്ന ഒരു ചോദ്യം ചെയ്യൽ എന്ന് വേണമെങ്കിൽ ഇതിനെ കരുതാൻ കഴിയും. കാരണം അത്തരത്തിൽ ഒരു കൃത്യമായ വിവരങ്ങളാണ് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് CMRLൻ്റെ അഭിഭാഷകർ എത്തിച്ചത്. കാരണം പ്രതിഫലം കൈപ്പറ്റാതെ സേവനം നൽകാതെ പ്രതിഫലം കൈപ്പറ്റി എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആരോപണം. ആ ആരോപണങ്ങൾ തെളിയിക്കുന്നതിന് പര്യാപ്തമായ രേഖകൾ അവരുടെ കൈവശമുണ്ട് എന്ന് ED വാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും SFIOയുടെ കണ്ടെത്തലുകൾ അത്തരത്തിൽ അതുകൂടി ശരിവയ്ക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ED വേഗത്തിൽ വീണ ടിയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് നീങ്ങിയിരിക്കുന്നത്.
ബിനോയ്, എന്തായാലും ഈ ഒരു ED വീണയെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് മുന്നോട്ട് പോയത്. അതിന് അനുകൂലമായ ചില ഉത്തരവുകളും കോടതിയുടെ ഭാഗത്ത് നിന്ന് EDക്ക് ലഭ്യമായിട്ടുമുണ്ട്. ഇനിയിപ്പോൾ വീണയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ EDയുടെ അടുത്ത നടപടി എന്തായിരിക്കും? അതായത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടുകളുടെ പ്രാഥമികഘട്ട വിവരങ്ങൾ മാത്രമാണ് SFIOയുടെ കൈവശം ഉള്ളത്. ഇതൊരു സാമ്പത്തിക ക്രമക്കേടാണ് എന്ന് കണ്ടെത്തുന്നതിന് പ്രാപ്തമായ തരത്തിലുള്ള തെളിവുകൾ ഇവർക്ക് അനിവാര്യമാണ്. എന്ത് സേവനമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സേവനത്തിന് വേണ്ടിയാണ് വീണ ടിക്ക് ഈ 2,72,00,000 രൂപ നൽകിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് വീണയുടെ പേരിൽ മറ്റാർക്കെങ്കിലും വേണ്ടി വന്ന തുകയാണോ, അതല്ലെങ്കിൽ വീണയുടെ പേരിൽ മറ്റാരെങ്കിലും കൈപ്പറ്റിയ തുകയാണോ എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ശരിയായ ഉത്തരം ഇതുവരെയായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. ഒരുപക്ഷെ വെള്ളിയാഴ്ചത്തെ ഒരു ചോദ്യം ചെയ്യൽ കൊണ്ട് കൃത്യമായ ഒരു കാര്യത്തിലേക്ക് എത്താനുള്ള സാധ്യത ഇല്ല. വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമായി വരും. എക്സാലോജിക്കിൽ വീണ ടി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അതിനകത്ത് ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. അതിനപ്പുറത്തേക്ക് കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. നിലവിൽ ED ഇപ്പോൾ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കേന്ദ്ര അന്വേഷണ ഏജൻസി, അതായത് സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഏജൻസി നൽകിയ അല്ലെങ്കിൽ ഏജൻസി നടത്തിയ ചോദ്യം ചെയ്യലിൻ്റെ രേഖകൾ, ആ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ED ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. EDയെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിലേക്ക് വളരെ വേഗത്തിൽ കടക്കാൻ കഴിയും. ഇത് മറ്റൊരു ഓർഗനൈസേഷനാണ് അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിയാണ് ചോദ്യം ചെയ്തത് എങ്കിൽ തന്നെ അത് തടസ്സമില്ല. പക്ഷേ അവരുടെ റിപ്പോർട്ടുകൾ ശേഖരിച്ചുകൊണ്ട് EDക്ക് ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ് EDയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിലവിലെ സാഹചര്യത്തിൽ തെളിവുകളില്ലെങ്കിലും EDക്ക് വരെ ചോദ്യം ചെയ്യാൻ കഴിയും. പക്ഷേ ഇപ്പോൾ അവർക്ക് SFIOയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. അതിനുശേഷം EDയുടേതായ കണ്ടെത്തലുകൾ അനിവാര്യമാണ്. എന്നിരുന്നാൽ മാത്രമേ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ മുന്നോട്ട് പോവുകയുള്ളൂ, അതിൽ വിജയം വരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം SFIOയുടെ കണ്ടെത്തലുകളെ ആധാരമാക്കിയുള്ള ഒരു അന്വേഷണം, ആ അന്വേഷണത്തിന് തൊട്ടു പിന്നാലെ ED കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം നടത്തും. അങ്ങനെയാണെങ്കിൽ ആ അന്വേഷണം നീണ്ടുപോകും. ഒരാളിലേക്ക് മാത്രമല്ല, CMRLലെ MD ഉൾപ്പെടെയുള്ള ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്തും എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ തന്നെ അവരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആർക്കൊക്കെ ഏത് അർത്ഥത്തിലാണ് ഇത്രയും വലിയ തുക നൽകിയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൂടി കൃത്യമായി അറിയുക എന്നുള്ള ലക്ഷ്യം EDക്ക് മുന്നിലുണ്ട്. അതാണ് ED വളരെ വേഗത്തിൽ തന്നെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. ഒരു പക്ഷേ ഒരു 1-2 പ്രാവശ്യം ഇനി ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഈ വെള്ളിയാഴ്ച ഒരു പ്രാഥമികഘട്ട ചോദ്യം ചെയ്യൽ എന്നതിൽ ഉപരിയായി കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച SFIOയുടെ രേഖകളുടെ അടിസ്ഥാനമാക്കിയായിരിക്കും ഒരു പക്ഷേ ചോദ്യം ചെയ്യാൻ സാധ്യത. പക്ഷേ CMRലുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ കൂടുതൽ ലഭ്യമാക്കി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ED അവരുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പല തലത്തിൽ ഉള്ള അന്വേഷണമാണ് ED ഇപ്പോൾ നടത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ വീണ ടിക്ക് ചില സ്വകാര്യ ബാങ്കുകളിലെ ലോക്കറുകൾ ഉണ്ടായിരുന്നു. ആ ലോക്കറുകളിൽ ചില രേഖകളും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു ചില വിവരങ്ങളുമൊക്കെ ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ EDക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ലോക്കറുകൾ തുറന്ന് പരിശോധിക്കും. അതിനുപരിയായി ഫോൺ രേഖകൾ പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ ഫോൺ രേഖകൾ പരിശോധിക്കുക എന്ന് പറയുമ്പോഴേക്കും വീണ ടി ഉപയോഗിച്ച ഫോണുകളുടെ രേഖകൾ പരിശോധിക്കണം എന്നുള്ളതാണ്. ഇതിനെല്ലാം മുന്നേ നേരത്തെ ED പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയ സമയത്ത് തന്നെ ഈ വീണയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ ED പിടിച്ചെടുത്തിരുന്നു. അതിൽ നിന്നുള്ള രേഖകൾ കണ്ടെത്തണം. ഫോറൻസിക് പരിശോധനകൾ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു നീണ്ട അന്വേഷണത്തിലേക്ക് CMRനെതിരെയും ഒപ്പം തന്നെ വീണയ്ക്കെതിരെയും നീങ്ങും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ശരി, വ്യക്തമാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ED സമൻസ് അയച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിനൊക്കെ ഹാജരാകാനൊക്കെയാണ് നിർദ്ദേശം. പരമാവധി തെളിവുകളൊക്കെ ശേഖരിച്ചാണ് ED ഇപ്പോൾ മുന്നോട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും വെള്ളിയാഴ്ചയാണ് വീണ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ബിനോയാണ്.